അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്റ്റാൻഡോ റോഡുകളോ ബസ് സ്റ്റോപ്പുകളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടാക്കുക, ആശുപത്രികളോ ഡിസ്പെൻസറികളോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് കാര്യമില്ല, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ജനപ്രതിനിധികൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. അത് രാഷ്ട്രീയം അല്ല കേട്ടോ, ഇതിൽ ഒരു രാഷ്ട്രീയത്തെ പറഞ്ഞല്ല, ഇത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നതല്ല. നമ്മുടെ സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളും റോഡുകളും ഡിസ്പെൻസറി ആശുപത്രികളൊക്കെ ഇങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടോയെന്ന്. ഇങ്ങനെ ചോർച്ചകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നേരാക്കണേ. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലമാകുന്നത് ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇത് വന്നതിനെ എന്താ വെച്ചാൽ പറഞ്ഞോളി, ഈ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ തെറ്റാണ്. ആ സ്റ്റാൻഡ് നിറച്ചും വെള്ളം ഉണ്ടല്ലേ, ഇത് നിറച്ചും വെള്ളത്തിലാണ് കിടക്കുന്നത് സ്റ്റാൻഡൊക്കെ. എന്താ ചെയ്യുക, ഒരു ചെറിയ മഴ ഇന്ന് പെയ്തിട്ടുള്ളൂ, അപ്പോഴാണ് ഇങ്ങനെ. ഹലോ ചങ്ങന്മാരെ, അപ്പോൾ എന്താ വെച്ചില്ല, നമ്മൾ മാവൂര് ഇവിടെ മഴ പെയ്തിട്ട്, മാവൂര് ഇപ്പം നല്ല മഴയാണ്, മാവൂർ സ്റ്റാൻഡ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ മാവൂർ സ്റ്റാൻഡിലേ വന്നാണ് ബസ് കയറാൻ വേണ്ടി. അപ്പോൾ മാവൂർ സ്റ്റാൻഡിൻ്റെ സ്ഥിതി ഒന്ന് കാണിച്ചു തരുന്നത്, ലക്ഷങ്ങൾ മുടക്കിയ സ്റ്റാൻഡാട്ടോ. ഇതാ കണ്ടില്ലേ, നിറച്ചും വെള്ളം സ്റ്റാൻഡിൽ കണ്ടില്ലേ. ഞാൻ വെറുതെ പറഞ്ഞിട്ടില്ല, കണ്ടോ, ഇതൊക്കെ മഴ പെയ്തിട്ട് ഇത് കണ്ടല്ലേ, കണ്ടോല്ലേ, കണ്ടോ, ഇതൊക്കെ വെള്ളം, നിറച്ചും വെള്ളം. ഇത് ഒന്നിച്ച് വാർത്തയില്ല, കണ്ടില്ലേ, മുകളിലൊരു ഷീറ്റ് എന്തോ ഒരു സാധനം ചെയ്തതാണ്, എന്താണെന്ന് എനിക്ക് ക്ലിയറായിട്ട് എനിക്കറിയില്ല. അവിടുന്ന് വെള്ളം ചോർന്നിട്ട് സ്റ്റാൻഡ് മൊത്തം കണ്ടില്ലേ, സ്റ്റാൻഡ് മൊത്തം അടിയിൽ നിറച്ചും വെള്ളം. അവിടെ മഴ ഇത് ചെരുപ്പിട്ട് നടന്ന് വന്നതല്ല, ഇത് ചോർച്ചാണ് മൊത്തം കണ്ടില്ലേ. ഇതാ കണ്ടോ, ഞാൻ കൈ ഇങ്ങനെ കാണിച്ചാൽ കൈയിൻ്റെ അടിയിലെ വെള്ളം ഇട്ട് വീഴുന്നത്, അത്രയ്ക്ക് ചോർച്ചേ. എന്തായാലും സ്ഥിതി, ആളുകളെ പൈസ വാങ്ങിയിട്ട് ഒരു സ്റ്റാൻഡിൻ്റെ സ്ഥിതി കേട്ടാ പറഞ്ഞേ. ഇവിടെ ഇരിക്കാൻ പോയി, ഇവിടെ ഇതൊക്കെ കിട്ടാൻ കണ്ടില്ല നിങ്ങൾ, സീറ്റ് എന്നിട്ട് ഒരു അച്ചടക്കമില്ലാതെ അയിലയിലൊക്കെ ഇട്ട്. ഈ പോളിയാൻ്റെ ടീമൊക്കെ കണ്ടില്ലേ, മഴത്ത് നിന്നിട്ടാ ചെയ്യുന്നത്. ചെറിയ കുട്ടികളേതാ പോളിയാൻ്റെ ഇത് സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് ടീം. അപ്പോൾ ഇവർ ചെയ്യുന്നതിൻ്റെ നേരെ അപ്പുറത്തൊക്കെ മഴവെള്ളത്തിലാണ് ഫുള്ള് ചീനി. പോളിയാൻ്റെ ടീമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഒരു ചീനി. ഇവിടെ കണ്ടില്ലേ മൊത്തം വെള്ളം കണ്ടോ. ഈ പോളിയാൻ്റെ ഇവർക്ക് പോലും നല്ലൊരു സ്ഥലം ഇവിടെ നിൽക്കാനില്ല. അപ്പോൾ ടീംസ് നമ്മളെ നാടാണ്, മാവൂരാണ്, ഇതാ സ്ഥിതി കേട്ടോ, മാവൂർ സ്റ്റാൻഡിലാട്ടോ അത്. ഓക്കെ ടീംസ്.